ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ക്രൈം ത്രില്ലർ മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു തമിഴ് ഡബ്ഡ് ക്രൈം ത്രില്ലർ മൂവിയാണ്. ആഹാ തമിഴ് വഴി റിലീസ് ചെയ്ത സിനിമയായിരുന്നു. തെലുങ്ക് മൂവിയാണ്. അതിൻ്റെ തമിഴ് ഡബ്ഡ് ആണ് വന്നിട്ടുള്ളത്, ആഹാ തമിഴിൽ. അപ്പോൾ കുറച്ച് മുമ്പ് റിലീസ് ചെയ്ത സിനിമയാണ്. ഈ സിനിമയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അഞ്ച് സുഹൃത്തുക്കൾ പിന്നെ ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വിദേശത്ത് താമസിക്കുകയായിരിക്കും. അവിടെ ഹയർ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു ദിവസം അതിലൊരാളുടെ ബർത്ത്ഡേ ആയിരിക്കും. ആ ബർത്ത്ഡേ സെലിബ്രേഷനിടയിൽ ഒരു ക്രൈം നടക്കുകയാണ്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ പിന്നീട് നടത്തുന്ന കുറേ കാര്യങ്ങളാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഒരു ക്രൈം മറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത് എവിടം വരെ എത്തുമെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അതിനിടയിൽ ഉണ്ടാകുന്ന സസ്പെൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ദ ബർത്ത്ഡേ ബോയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് മൂവിയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ്. ആഹാ തമിഴ് വഴിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്ലോട്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് രവി കൃഷ്ണയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള വിസ്കി എന്നുള്ള പേരിലുള്ള ഒരാളാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. വലിയൊരു സംഭവം സിനിമയൊന്നല്ല, ഒരു ലോ ബഡ്ജറ്റ് മൂവിയാണ്. ഫസ്റ്റ് മുതൽ അവസാനം വരെ ഏകദേശം 90% ഒരു വീടിനുള്ളിൽ തന്നെയാണ് സിനിമയുടെ കഥ നടക്കുന്നത്. ഒരേ പരിസ്ഥിതി തന്നെയാണ് കാണിക്കുന്നത്. അതൊരു വലിയൊരു വെല്ലുവിളിയാണ് സത്യം പറയുകയാണെങ്കിൽ. ഒരേ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു സിനിമ മൊത്തം നമ്മളെ എൻഗേജ് ചെയ്ത് ഇരുത്തിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു വെല്ലുവിളി തന്നെയാണ്. അതിലിവർ വിജയിച്ചു തന്നെ പറയാം. എനിക്ക് വലിയ ബോറടിയൊന്നും തോന്നിയില്ല. ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ആകെ ഈ സിനിമയിൽ എനിക്കൊരു മോശം എന്നല്ല, എനിക്കൊരു കുറച്ചൊരു കല്ലുകടിയായി തോന്നിയ സംഭവം. കല്ലുകടിയല്ല, എനിക്ക് ഒരു മോശം എന്ന് പറയാൻ സംഭവം വെച്ചാൽ ഇതിലൊരു ഫ്ലാഷ് ബാക്ക് സീൻ ഉണ്ട്. അത് ശരിക്കും പറയുന്നത് സിനിമയുടെ മെയിൻ പോർഷനാണ്. ആ ഫ്ലാഷ് ബാക്ക് സീൻ കുറച്ച് കാണിക്കുന്നത്, ലാസ്റ്റിലേക്ക് കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് സീൻ ഉണ്ട്. ശരിക്കും നമ്മൾ അതിൽ ഇമോഷണലായിട്ട് നമ്മൾ നല്ലോണം കണക്റ്റ് ആയാലേ നമുക്കത്, എനിക്കത് സത്യം പറയുകയാണെങ്കിൽ ആ ഒരു ഇമോഷണലി കണക്റ്റ് ആവാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത് എനിക്ക് ഈ സിനിമയെ സിനിമ ബോറായി എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ക്ലൈമാക്സിൽ വേറൊരു സംഭവം കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഷോക്കിംഗ് ആയിരുന്നു എന്ന് പറയാം. ഈ സിനിമ ഫസ്റ്റ് മുതൽ അവസാനം വരെ നമ്മൾ കാണുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കും. പക്ഷേ ഈ ഒരു സിനിമ എന്നുള്ളത് റിയൽ ഇൻസിഡൻ്റ് ആണ്. ശരിക്കും നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി എടുത്തൊരു സിനിമയാണ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഇത് കാണുമ്പോൾ നമുക്കൊരു ഷോക്കിംഗ് ആയിരിക്കും. ഇത് എന്താണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത്. പക്ഷേ ശരിക്കും നടന്ന സംഭവമാണ് എന്നാണ് അവർ ലാസ്റ്റ് അവകാശപ്പെടുന്നത്. ഇതിൽ 80% ശരിക്കും നടന്ന സംഭവമാണ്. ഒരു 20% അവരുടേതായ ഏഡിങ് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും സംഭവം പൊളിയാണ്. ആ ഒരു സംഭവം ശരിക്കും നടന്ന സംഭവം എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു ഷോക്കിംഗ് ആയിരുന്നു തന്നെ പറയാം. മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ക്യാമറ കാഴ്ചകളായിക്കോട്ടെ, മൊത്തം എല്ലാ കാര്യങ്ങളും വളരെ മികച്ച രീതിയൊന്നും പറയാൻ പറ്റില്ല. എല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കണ്ടിരിക്കാം, ഒരു ക്രൈം ത്രില്ലർ പ്രേമികൾക്കൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ പറ്റിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥലത്ത് തന്നെയാണ് സിനിമ നടക്കുന്നത്, കഥ നടക്കുന്നത്. ഒരു ക്രൈം മറയ്ക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ള അതിന് പിന്നിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാന്നുള്ള കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്ത് പോകുന്ന സംഭവമാണ്. നമുക്ക് ശരിക്കും പറയുന്നത് ഓരോ സീൻ ബൈ സീനായിട്ട് ത്രില്ലടിച്ച് കാണാൻ പറ്റിയ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. വലിയ സംഭവം എന്നല്ല, എന്നാലും ജസ്റ്റ് ഒരു കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. അതാണ് എനിക്ക് ഈ ഒരു സിനിമ തോന്നിയത്. ദ ബർത്ത്ഡേ ബോയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കണ്ടു നോക്കുക, ഇഷ്ടപ്പെടാതിരിക്കില്ല. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ആ ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്യുക. എന്നാൽ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.